Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് UAE ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഏത് ടൈമിൽ ചെന്നാലും അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഫോട്ടോസ് നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. എൻട്രൻസ് ഫീ ഇല്ലാതെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാന്ന് വെച്ചാൽ ദുബായിൽ അൽക്കവനേജ് എന്ന സ്ഥലത്താണ്. ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് ഇവിടെ. നമുക്ക് മക്കൾക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കാം. പിന്നെ ഇതാ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് പ്രോമിസ് ബ്രിഡ്ജ്. ഇത് ഭയങ്കര രസമാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരുപാട് ലോക്സ് ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാമല്ലോ. ഇത് ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല. പിന്നെ അതൊക്കെ ഒരുപാട് ലോക്കുകൾ ഇങ്ങനെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഒരുപാട് കപ്പിൾസ് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെച്ച് പോകുന്ന ലോക്കാട്ടോ. അപ്പോൾ അവർ ചിലപ്പം തേപ്പൊക്കെ കിട്ടിയിട്ട് രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. ചിലർ ചിലപ്പം ഒരുമിച്ചിട്ടുണ്ടാകും. ഇതിൽ വർഷങ്ങൾ പഴക്കമുള്ള ലോക്സ് ഒക്കെ ഉണ്ട്. കുറേ മഴയൊക്കെ പെയ്തു പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിച്ചതാകാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു ലോക്സും അതുപോലെ തന്നെ വലിയ ലോക്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം ഇതിലേക്ക് തോന്നുന്നു ലോക്സ് ഇട്ട് പോകാനും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓരോരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഒരു ചെറിയൊരു ബ്രിഡ്ജ്, ആ ഒരു ലേക്ക് മുറിച്ച് കിടക്കാൻ പറ്റിയ അങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് ഇട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം, ഇങ്ങോട്ട് നടന്നു വരികയും ചെയ്യാം. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സൂപ്പറാക്കാം കേട്ടോ അവിടെ പോയാൽ. പിന്നെ ഇതാ ഹാലവിടെ ചെറിയ ലോക്ക് ഇങ്ങനെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുള്ള പരിപാടിയാന്ന് തോന്നുന്നത്. അപ്പോൾ ഓരോ ലോക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല ആൾക്ക്. അപ്പോൾ ഏതെങ്കിലും തുറക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര കഠിനമായ പരിശ്രമത്തിലാണ് ആള്. പിന്നെ ഇതാ ഞാനും അസോക്കും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. വെറുതെ ഒരു ഫോട്ടോക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയും നമുക്ക് നിന്ന് സംസാരിക്കാം അവിടെ ചെന്നാൽ. അസോകോട് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കും മനുഷ്യ, വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു നിനക്ക് ഈ ലേക്കിൽ എത്ര മീനുകളുണ്ട് എന്ന് എണ്ണി പറയാൻ പറ്റുമെന്ന് ചോദിച്ചോട്ടോ എന്നോട്. ശരിക്കും ഈ ലേക്കിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീനുകൾ ഉണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ജസ്റ്റ് സൂം ചെയ്തപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇതേപോലെ പോകുന്നുണ്ട് അതിലൂടെ. പിന്നെ ഇതാ ലോക്സിന്റെ മുകളിലൂടെ ഞാനിതാ വിരലുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചു പോയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ. ഈ തല തൊട്ട് ആ തല വരെ അങ്ങനെ, അതേപോലെ ഈ തല തൊട്ട് ആ തല വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ കളിച്ചു ഞാൻ അങ്ങനെ. നമ്മളെ കൂടെ വേറെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഇതേപോലെ ഭയങ്കര പോസ്റ്റിങ്ങിലൊക്കെയാണ്, ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോസൊക്കെ എടുക്കുമ്പോഴും.
പിന്നെ ഇതാ അവിടുന്ന് വന്നാൽ ഇതാ ഒരു പാൽക്കാരൻ്റെ വണ്ടി ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ നമുക്ക് കയറിയിരുന്നിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഇതാ നടന്ന് ടയർഡായപ്പോൾ ഇതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തോന്നി കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ. ഉണ്ടാക്കുക മാത്രമല്ല കഴിക്കാനും ഭയങ്കര രസമാണ്. റോൾ ഐസ്ക്രീമാണ് കേട്ടോ. അത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ രണ്ടാമത്തെ കഴിക്കുന്നത് ഇതാ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ്. ഇത് ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇതുണ്ടാക്കുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്ലേവർ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട് അവരെടുത്ത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. അപ്പോൾ ഞങ്ങളൊന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെത്. അപ്പോൾ ഗായ്സ് ഫൈനലി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ട്, ഭയങ്കര പ്രിസർവേറ്റീവ്സ് ഒന്നും അവർ ചേർക്കുന്നില്ല. നമുക്ക് ലൈവായിട്ട് ഇരുന്ന് കാണാം. അത് കണ്ടുകൊണ്ടിരിക്കാനേ പ്രത്യേക രസമായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പിന് വരുന്നത് 25 ദിർഹംസ് ആണ്. നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടും അവർ ചെയ്തുതരും. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ക്രീംസ് ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ചെയ്തുതരും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞപ്പോഴേ അവരങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് അടുത്ത സ്പോട്ടാണ്. ഇതാ അതെ, ഇവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഉഷാറാക്കാം കേട്ടോ.
പിന്നെ വേറെ ആക്ടിവിറ്റി എന്താ വെച്ചാൽ ഇവിടെ ചെന്നാൽ ഓരോ ചുമരിലും പല ഡിസൈനിലാക്കിയിട്ട് ഓരോ പിക്ചർ വരച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഇതേപോലെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതാ ഇവിടെ ഒരു പഴയ കാറ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ്, ലൈറ്റൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരുപാട് കാഴ്ച നമുക്ക് അവിടെ കാണാനുണ്ട്. കാറ് മാത്രമല്ല, ഒരുപാടുണ്ട്. ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. പിന്നെ നമ്മൾ നടന്നു വന്നാൽ ഇതാ ടയർഡ് ആയാലും നമുക്ക് കുടിക്കാൻ ഇതാ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകട്ടെ. ഒരു 5 പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. അതേപോലെ വെള്ളം നിറച്ച് നമുക്ക് കൊണ്ടുപോകാം. നല്ല തണുത്ത വെള്ളം അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇതാ നമ്മൾ നടന്ന് ടയർഡായി വന്നാൽ ഇതാ ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റാണിത്. ഭയങ്കര രസമില്ലേ കാണാൻ. നമ്മൾ ഈ കാളവണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പലചരക്ക് വണ്ടിയൊക്കെ ഉണ്ടാവല്ലോ നാട്ടിലുള്ള, അപ്പോൾ അതൊക്കെ ഉന്തി കൊണ്ടുപോകുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെ ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ. ഹലോ അങ്ങോട്ടോക്കി ഹലോ. പിന്നെ ഇതാ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ബുക്കൊക്കെ വായിക്കുന്നു. ഭയങ്കര കാര്യമായിട്ട് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര രസമുണ്ടല്ലോ. ഒരു പശു ഭയങ്കര കാലൊക്കെ വെച്ചിട്ട് ഭയങ്കര വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണത്? ഹലോ. പിന്നെ ഇതാ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഷീപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ചെമ്മരിയാടുണ്ട് ഇവിടെ. അതും അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ആ ഒരു ഏരിയ ചെന്നാൽ. പിന്നെ ഇതാ ഒരു സൈഡിൽ പഴയ കാലത്തെ വണ്ടി ഉണ്ടാവുമല്ലോ, ഈ എന്താ കാളവണ്ടിയാണോ ഇനി ഇത് എന്തിൻ്റെ വണ്ടിയാണോ കേട്ടോ, ഇനി എന്താ സംഭവം എന്നാവോ. അപ്പോൾ അതേക്കെ പോലെ എനിക്ക് തോന്നി. കാളവണ്ടി അല്ല തോന്നുന്നു അല്ലേ, ഇതെന്താണിത്. അപ്പോൾ അങ്ങനത്തെ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഇത് എന്ത് വണ്ടിയാണെന്നറിയില്ല, എന്നാലും അങ്ങനത്തെ വണ്ടി അവിടെ ഉണ്ട്. പിന്നെ കുറച്ചതിന് ശേഷം നമ്മൾ വാഷ്റൂമിൽ പോയപ്പോൾ ഇതാ അവിടെയും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്താലാണ് ഇത് ഇതേപോലെ വെള്ളം വരുള്ളൂ. പിന്നെ ഇത് കണ്ട, ഇത് ഒരു ഡ്രമ്മാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഇത് നല്ല ഡ്രമ്മാന്ന് തോന്നും കേട്ടോ. ഇനി കാണിച്ചു തരാം. ഈ ഡ്രം അവരെന്താക്കി മാറ്റിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഡ്രം ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ ഇതാ അവരൊരു വേസ്റ്റ് ബിന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറേ അവിടെ ഉണ്ട് കേട്ടോ. ഇത് വാഷ്റൂമിൻ്റെ പോണ ആ ഒരു സൈഡാട്ടോ. അപ്പോൾ
അത് കണ്ടപ്പോൾ നെയിലൊക്കെ ഒരു രസം തോന്നി. ഞാൻ ജയിലാണെന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നി, അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞാണ്. അപ്പോൾ മൂപ്പരാൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ബാക്കിൽ ഒരാൾ ഒന്ന് എടുക്കുന്നത്, എന്നെ എടുക്കുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ അവളെടുത്ത്. അപ്പോൾ ഇതാ മക്കൾക്ക് ഭയങ്കര രസമായിരുന്നു അവിടെ പോയപ്പോൾ. പിന്നെ ഇതാ ഇവിടെ ഒരാൾ ഓടാൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വണ്ടീൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഇവിടെ ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. എൻട്രൻസ് ഫീ ഒന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പോൾ ഇതാ വീഡിയോ അതിൻ്റെ പേരായിട്ടുണ്ട്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെക്കും ബൈ.